AICCയുടെ നിർണായക യോഗം ഇന്ന് 5 മണിക്ക് ചേരാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം ഒഴിയുമെന്ന് ഈ യോഗത്തിൽ തീരുമാനിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലാണ് യോഗം ചേരുന്നത്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, റായ്ബറേലി അല്ലെങ്കിൽ വയനാട് ഏത് നിലനിർത്തും? അതോടൊപ്പം തന്നെ വയനാടാണ് ഒഴിയുന്നതെങ്കിൽ അവിടെ ആര് മത്സരിക്കും? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഏതാണ്ട് ഉത്തരമായിട്ടുണ്ട്. എന്നാലും പാർട്ടി ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗമാണ് ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ 5 മണിക്ക് ആരംഭിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ആര്യ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഏത് മണ്ഡലം ഒഴിയണം, രണ്ടാമത്തേത് ഒഴിയുന്ന മണ്ഡലത്തിൽ ആര് മത്സരിക്കണം. ഉറപ്പായും രാഹുൽ ഗാന്ധി നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുള്ളത് വയനാട് ഒഴിഞ്ഞ് റായ്ബറേലിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് കുറേയേറെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ചിത്രമാണ്. ആ ചിത്രം ഉത്തർപ്രദേശിലെ മഹാഭൂരിപക്ഷം സീറ്റുകളും, അതായത് പകുതിയിലധികം സീറ്റുകളും ഇന്ത്യ സഖ്യം വിജയിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. പൊതുവെ ആരും പ്രതീക്ഷിക്കാത്ത വിജയമാണ് ഉത്തർപ്രദേശ് ഇന്ത്യ സഖ്യത്തിന് നൽകിയത്. റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷം, അമേഠിയിൽ വിജയിക്കുന്നു. ഇതൊക്കെ നൽകുന്ന ഒരു സന്ദേശം ഈ ഉത്തരേന്ത്യയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സാധ്യതകൾ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അത് ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് റായ്ബറേലി നിലനിർത്തും. പകരം വയനാട് എക്കാലത്തും കഴിഞ്ഞ ഇപ്പം വയനാട് ഒഴിവാക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു വിവരം അപ്പോഴും എനിക്ക് തരാനുണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ വന്നപ്പോൾ. പ്രിയങ്ക വരുമോ? പ്രിയങ്ക വരാനാണ് സാധ്യത. ഏതാണ്ട് 60% സാധ്യതയും പ്രിയങ്ക തന്നെ വരാനാണ്. വയനാട് മണ്ഡലത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അത് പ്രിയങ്കയെ അവിടെ കൊണ്ടുപോയാൽ ഗാന്ധി കുടുംബം വയനാടിനെ വിട്ടുപോകുന്നില്ല എന്ന സന്ദേശം വയനാട്ടിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിയും. രണ്ടാമത്തേത്, പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭയിൽ ഉണ്ടായാൽ അത് പ്രതിപക്ഷത്തിന്, ഇന്ത്യ സഖ്യത്തിന് വലിയ കരുത്താകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക വരാനാണ് സാധ്യത നമ്മുടെ വയനാട്ടിലേക്ക്.